അനുഗ്രഹിക്കണേ. എല്ലാ വർഷവും ഇതുപോലെ നല്ല പണി തന്ന് കൈ നിറയെ പണവും തന്ന് സഹായിക്കണേ. ഈ പാവപ്പെട്ടവന് കാത്തോളണേ. ഒന്ന് എളുപ്പം കേറ്റടോ. അടുത്ത പെരുന്നാളിന് കൊടി കയറുന്നതിന് മുമ്പെങ്കിലും താഴത്ത് കയറ്റി തീർക്കോ. ആദ്യ സ്റ്റെപ്പ് അപ്പും ആംബിളിഫയറും പോലുള്ള വില പിടിച്ച സാധനം കയറ്റണമെന്ന് ഞാൻ തന്നോട് എത്ര പറഞ്ഞോ. ഒന്ന് തടിയാണെങ്കിൽ ചെയ്യണോ. ഞാനേ ഒരു ചായ കുടിച്ചോണ്ട് വരാം. ഒരു കൈ സഹായിക്കുകയാണെങ്കിൽ നമുക്കിത് വേഗം തീർക്കാം. പോണ വഴിക്ക് ചായ കുടിച്ചാ പോരെ. ഞാൻ ചായ കുടിക്കേണ്ട സമയം തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ലാതെ താനല്ല. മനസ്സിലായില്ലേ? പറയുന്നത് കേക്കണോ. ഞാൻ ചായ കുടിച്ച് വരുന്നതിന് മുമ്പ് ഇതൊക്കെ കയറ്റിയ തനിക്കുള്ള, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിനു. മനസ്സിലായില്ലേ? നോക്കി നിൽക്കാതെ ഒന്ന് ഇറക്കാൻ കൂടി ചന്ദ്ര. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. എന്ത് പണി പറഞ്ഞാലും അവന്റെ ഒടുക്കത്തെ ചായ കുടി. നീ എന്താ ചായ കുടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചോ? അതെ, കൂലിപ്പണിയെടുക്കാൻ വേറെ ആളെ നോക്കണം. ലോഡിങ് അൺലോഡിങ് ഒന്നും പറ്റില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. പുറത്ത് വയറിങ്ങിന് പോയാലേ എനിക്ക് പോയിന്റിന് ക്യാഷാ. അന്നാ ഞാൻ തരുന്ന കാശല്ലേ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് തന്റെ സ്ഥാപനമാണെങ്കിലും ഒരുമാതിരി മുതലാളിത്തോട് കാണിച്ചാണ്ടല്ല. പിന്നെ ഒരു പള്ളി പെരുന്നാൾ തന്റെ ബൾബ് കത്തൂല. ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ഒരുമാതിരി പെറ്റിഭൂഷയെ പോലെ പെരുമാറരുത്. എനിക്കിത് കിട്ടണം. ഇവിടെ ഇപ്പൊ നീ മുതലാളി, ഞാൻ നിന്റെ പണിക്കാരനല്ലേ. മേരിക്കുട്ടിയുടെ അപ്പനോട് അന്നേ ഞാൻ പറഞ്ഞതാണ്, സ്ത്രീധനമായിട്ട് എനിക്ക് ഈ സ്ഥാപനം വേണ്ടെന്ന്. പണിയെടുക്കാത്തൊരു പണിക്കാരനും വേണ്ടാത്ത പണിയെടുത്ത് ഷോക്കടിക്കാൻ ഞാനും. എന്ന് ഇയാളെ പിരിച്ചു അല്ലെങ്കിൽ വേണ്ട, ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതെന്താ ടെസ്റ്റ്? എന്റെ രാജിക്കത്ത് ചന്ദ്ര ഓടോ. ഹൈ വോൾട്ടേജിൽ ഒരു ചായ ഇപ്പൊ തരാം. ഇന്നലത്തെ പള്ളി പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു ചന്ദ്ര? ഓ, സ്ത്രീകൾ പൊതുവെ കുറവായിരുന്നു. രാത്രി നാടകത്തിനാണെങ്കിൽ ലേഡീസ് തീരെ ഇല്ല. അതങ്ങനെ TV സീരിയൽ ഉപേക്ഷിച്ചിട്ട് ഇവറ്റകളൊന്നും പുറത്തിറങ്ങണ്ടേ. ചന്ദ്ര ഇതങ്ങോട്ട് പിടിച്ചേ. എന്തേത്? അപ്പോയിന്റ്മെന്റ് ഓർഡർ. താങ്കൊണ്ട് പുഴുകി തിന്നി. നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ? വേണ്ട, താനൊന്നും പറയണ്ട. തന്റെ കൂടെ ഇനി പണിക്കൂല. ന്യൂട്രോ ഫേസ് തിരിച്ചറിയാത്ത താൻ എല്ലാം കൂടി ഒറ്റക്കങ്ങോട്ട് നടത്ത്. ഒറ്റയ്ക്ക് നടത്താനോ? എടാ, നിനക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇവിടെ ഫീസ് കുത്തിയ അങ്ങ് ഇടുക്കിയിലെ കറണ്ട് വരെ അടിച്ചു പോകും. ചായ ഇതെന്താ രാവിലെ ലൈറ്റ് സൗണ്ട് തമ്മിൽ അങ്ങോട്ട് ഉടക്കിയ? ഏയ്, ഇതെന്നും പതിവുള്ളതല്ലേ. ഞങ്ങള് പ്രദേശം ദിവാര. ഇവന് കഴിക്കാനായിട്ട് അപ്പോ മോട്ടോറോസ്റ്റും കൂടി. വേണ്ട, ഞാൻ പല്ലിയത്തില്ല. പുട്ടും കടലേ മതി. 2 പപ്പടം വെച്ചേക്ക്, ഒരു ഭംഗി ഇരിക്കട്ടെ. എന്നാ 2 മുട്ടയും വെച്ചേരി, ഭംഗി കുറക്കണ്ട. തോമസ് ചേട്ടാ, ആ കുഞ്ഞൻ തോമസ് ചേട്ടാ 2 പ്രാവശ്യം വന്നിരുന്നു. അവിടുന്ന് ബൂത്തും തുറന്നിട്ടില്ല. എന്താ പ്രശ്നം വല്ലോണ്ടോ? കർത്താവേ, ഇന്ന് അവനെയും കൊണ്ട് തൃപ്രയാറ് പെണ്ണ് കാണാൻ പോകേണ്ട ദിവസാ. അപ്പൊ കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് പോയി കണ്ട കാര്യം വേണ്ടാന്ന് വെച്ചോ? പെണ്ണിന് നിറം പോരാന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞിനത് ഇഷ്ടപ്പെട്ടില്ല. കൊരട്ടി പോയി കണ്ട പെണ്ണിന് മുടി പോരാ, കൊല്ലത്ത് പോയി കണ്ട പെണ്ണിന് നിറം പോരാ, കൊച്ചി പോയി കണ്ട പെണ്ണിന് മണം പോരാ. അവന് പറ്റിയൊരു പെണ്ണുണ്ട്, ഐശ്വര്യ റോയ്. നീ കളിയാക്കിയൊന്നും വേണ്ട. അവന് പറ്റിയ നല്ലൊരു പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കും. എടാ, സിഗരറ്റ് വലിക്കില്ല, ചായ കുടിക്കില്ല, പല്ല് തേക്കാതെ പുട്ടും കടലേം തിന്നില്ല. അവനെ പോലെ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കരയിൽ വേറെ ആരാ ഉള്ളത്? അത് ശരിയാ. കൈ നിറയെ നല്ല സമ്പാദ്യം, പോരാത്തിന് ഒറ്റത്തടി. വന്ന പെണ്ണിനെ അവൻ പൊന്നു പോലെ നോക്കും. ഞാനൊന്ന് ചെല്ലട്ടെ, ഇനി വൈകിയ ചീത്തയൊക്കെ അവന്റെ വായിന്നായിരിക്കും. ആ മോനെ ചന്ദ്ര, നീ കടയിൽ തന്നെ കാണണേ. ഒരു പഴവും കൂടി കയറ്റിക്കോ. പറ്റവന്റെ പേരിൽ എഴുതിക്കോ. ഓൻ അവിടെ ഇല്ല തോമാ, കിഴക്കെ പോയി കുളിക്കാൻ പോയിരിക്ക. അവൻ ഇവിടുത്തെ പോയ കുളിച്ചാ പോരെ? അവൻ റെഡി ആയിരിക്കും പറഞ്ഞിട്ടില്ലേ ഞാൻ വായ പിടിച്ചു വന്നത്. ഇവിടെ വെളുപ്പിന് ഒരു കുളി കഴിഞ്ഞതാ. അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന് ചൊറച്ചില്ല, വെളുക്കണില്ല എന്ന് പറഞ്ഞ് അപ്പുറത്ത് പോയി കുളിച്ച്. കുളിയും കഴിഞ്ഞ് ഉടുപ്പും മാറി നിന്നെ നോക്കാൻ കവലെ പോയതാ. ദാബരിന് ഏതോ ഓട്ടോറിക്ഷക്കാര് ചെളി എറിപ്പിച്ചെന്നും പറഞ്ഞ് അടുത്ത കുളിക്ക് കിഴക്കെ പോയാലും പോയി. ഞാൻ നോക്കിട്ടോ എന്റെ മേത്ത് ചെളിയൊന്നും കണ്ടില്ല. അതൊന്നും അല്ലാന്ന് കാര്യം. പെണ്ണ് കാണാൻ പോണ ദിവസം കുറഞ്ഞത് 3 കുളിയെങ്കിലും ഓന്റെ പതിവാ. ഒരു സോപ്പ് മുഴുവനും തീരണം, അതാ ഓന്റെ കണക്ക്. അവന്റെ ഒരു കാര്യം, കുളിപ്പിച്ച് കുഞ്ഞില്ലാണ്ടായി കേട്ടിട്ടുണ്ട്. ഇപ്പൊ കുളിച്ച് കുഞ്ഞില്ലാണ്ടാവോ? കുഞ്ഞാ, എടാ കുഞ്ഞാ, ഭർത്താവ് വല്ല ഒഴുക്കിലും പെട്ടുപോയോ? അല്ലെങ്കിൽ പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തോ? എടാ കുഞ്ഞിക്കൂനോ!
ഇവൻ വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്തതായി പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിൽ നിന്ന് അത് ഓഫാക്കല്ലേ തോമേട്ടാ. ചലച്ചിത്രം കഴിഞ്ഞ് വാർത്തകളുണ്ട്. പോകുന്ന വഴി വല്ല വണ്ടി തടയലോ ഹർത്താലൊക്കെ ഉണ്ടെങ്കിൽ അറിയാലോ. പെരുമ്പാവൂര് വരെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ കയറി വരുന്നുണ്ടോ? വയ്യാത്ത കൈയും കാലും വെച്ച് പുഴക്കിടന്ന് നീന്താ. പിന്നെ വയ്യാത്ത കൈയും കാലും നിങ്ങളെക്കാളും സ്ട്രോങ് എന്റെ കൈയും കാലും. നല്ല ഒഴുക്കുള്ള നേരാ. വല്ല അപകടം പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ പുഴയിൽ ഇറങ്ങുന്നേ. ഈ പുഴയ്ക്ക് എന്നെ അറിയാം. എനിക്ക് പുഴയെ അടുത്ത വികലാംഗ കായികമേളയ്ക്ക് എനിക്ക് നീന്തൽ മത്സരത്തിന് പേര് കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം തവളചാട്ടത്തിന് അപ്പം കഴിക്കും എനിക്കായിരുന്നല്ലോ സമ്മാനം. ഒരു ഒളിമ്പിക്സ് ആണ് എന്റെ ലക്ഷ്യം. ഇതൊക്കെ കെട്ടിച്ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്തിനാ? മേക്കപ്പ് ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ആയിക്കൂടെ? കുളി കഴിഞ്ഞാൽ നനവോടെ എന്നെ ഇതൊക്കെ ദേഹത്ത് പറ്റണം. എന്നാലേ വെളുക്കുള്ളൂ. ഭയങ്കര വിലയാ. ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്ത് കിട്ടും. കിട്ടുന്ന കാശിന് ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചു കൂട്ടാൻ നിനക്കെന്താ വല്ല കിർക്കുണ്ടോ? അവനവന്റെ സൗന്ദര്യം അവനവൻ തന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു 40 വയസ്സ് ആവുമ്പോഴുണ്ടല്ലോ ഇതുപോലെ കളവന്മാരെ പോലെ ആവും. ഇപ്പോഴേ പുറപ്പെട്ടാലേ ഉച്ചയോടങ്ങെത്തു. പെണ്ണിന്റെ വീട്ടുകാരോട് സ്ത്രീധനൊന്നും വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുക്കനൊരു കുറവുമില്ല. മറ്റുള്ളവരെ അപേക്ഷിച്ച് മുതുകിലൊരു മസിന് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ഏതായാലും നേരിട്ട് കാണാനുള്ളതല്ലേ. എനിക്കൊരു കാര്യത്തിന് മാത്രം നിർബന്ധമുള്ളൂ. ഞാനും പെണ്ണുകൂടി നടന്നു പോകുന്നുണ്ടാ ആരും അയ്യേ എന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണ് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. നീ നാട്ടുകാരെ കാര്യം വിട്. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഇക്കാര്യം നടക്കുമെന്ന എന്റെ മനസ്സ് പറയുന്നത്. നടന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ എന്നെ പെണ്ണ് കളിക്കാൻ വേണ്ടി ഇനിയും കൊണ്ടു നടക്കേണ്ടി വരും. ഇല്ലടാ, ഇത് നടക്കും. ഞാൻ മലയാറ്റൂര് നേർച്ച നടന്നിട്ടുണ്ട്. ഇത് നടന്ന നിന്നെയും ചുമന്നുകൊണ്ട് മല കയറിക്കോളാന്ന്. ഞാനെന്താ കുരിശോ എന്നെ ചുമന്നുകൊണ്ട് മല കയറാൻ? തോമട്ട് പോയി ടാക്സി വിളിച്ചെന്താ? ഞാൻ ഒന്നുകൂടി മുങ്ങിട്ട് വന്നാലോ? അയ്യോ, പെണ്ണ് കണ്ടിട്ട് വരാം. ഓ നീ എന്താ കുമ്മായത്തില് മുഞ്ഞിയും കുത്തി വീണ? എനിക്കിതിന് സൗന്ദര്യം കൂടി പോയതിന് ഞാൻ എന്ത് തെറ്റിയതടാ പട്ടി? കൂടിപ്പോയത് സൗന്ദര്യമല്ല, കൂനല്ലേ? ഇത് കൂനല്ല. ജിം എടുത്തപ്പോ മസിൽ വെട്ടി കയറിയതാ. ഇവന്റെ ഒക്കെ വിഷമം കണ്ടു കഴിഞ്ഞാൽ കൂന് ഇവന്റെ അപ്പന്റെ തലയിലാന്ന് തോന്നുന്നു. ഓ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ചട്ടുകാലിനാ ശകുനം. ചത്തുകൊള്ളു ഞുണ്ടി. നീ ഇന്ന് വേഗം വന്നേ. വരിയല്ലേ? സമയം എന്തായെന്നറിയോ? എത്രയെങ്കിലും ആവട്ടെ. വേഗം വാ. ഞാൻ പുറയിലിരുന്നോളാം. ഞാനാ മണവാളൻ. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടിരാലോ. ഒന്ന് തുറന്നേ. സൂക്ഷിച്ച് വലിച്ചു പറിച്ചെടുക്കുവോ ഇതൊക്കെ? പെട്ടോട്ടശായിരുന്നു ഇതിൽ നല്ലത്. വിട്ടോ. അതെ, വേഗം വിട്ടോ. പെണ്ണുങ്ങൾ ആരുടെങ്കിലും കൂടെ പോയാൽ തീർന്നു. അതെ, കുഞ്ഞൻ എവിടെ പോയതാ? ഒരു പെണ്ണിനെ പേടിപ്പിക്കാൻ. പീഡിപ്പിക്കാൻ? പേടിപ്പിക്കാൻ. ഓ, പെണ്ണ് കാണാ. എന്താടാ? ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്തില്ല. ഓ, ഇനി ഒരു കൂളിംഗ് ഗ്ലാസും കൂടി വെക്കാത്ത കുറവേ ഉള്ളൂ. എന്നിട്ട് വേണം അന്ധനാണെന്ന് കൂടി പറയിപ്പിക്കാൻ. അന്ധനോ? എന്തോ ചെയ്താ? നീ എന്തിനാ ചിരിക്കുന്നേ? എനിക്കിന്ന് കുഞ്ഞ് ജനിച്ചു. ഈ കാരണത്താ? വേണ്ടാത്തൊന്നും പറയണ്ട, വെറുതെ ആൾക്കാർ എന്നെ സംശയിക്കും. നീ ഒന്ന് ഡീസന്റ് ആയിട്ടിരി. സ്ഥലത്താറായി. ഓ, നിർത്ത്. എന്നെ നിവർത്താനോ? വണ്ടി നിർത്താനാ പറഞ്ഞത്. ഓ, ഞാൻ വിചാരിച്ചു നടക്കാത്ത കാര്യം എന്താ വിളിച്ചു പറയണേ. കൃഷ്ണ സൂക്ഷിച്ച്. ഇതാ പെണ്ണിന്റെ വീട്. വീട് പോരാ കേട്ടോ. ഞാൻ വിചാരിച്ച 2 നില വീടായിരിക്കും. നിലമറന്ന് സംസാരിക്കരുത് കേട്ടാ. ആ പൗഡറൊക്കെ ഒന്ന് തൂത്ത് കളടാ. കൂടിപ്പോയോ? ഇല്ല, കുറഞ്ഞുപോയി. അതാ തൂക്കാൻ പറഞ്ഞേ. ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം. എന്താ ഈ സമയത്ത് ഒരു മുള്ളല്? നിന്നെ കൊണ്ടല്ലേ അകത്തേക്ക് പോകുന്നത്. അവിടെ ഇരുന്ന് മുള്ളണ്ടാന്ന് കരുതി. എന്നാ പിന്നെ 2 കൂടി കഴിച്ച് തന്നാ മതി. പെണ്ണിന്റെ പേരിലായിരിക്കും വീട്. വിറ്റ എന്ത് കിട്ടാവോ? കല്യാണത്തിന്റെ അന്ന് തന്നെ വിപ്പിക്കണം. ഇവിടെ ആരുമില്ലേ? എടോ, ഇവിടെ ഒന്നുമില്ല. ശനിയാഴ്ച വാ. അതെ, തോമയായിരുന്നു. അയ്യോ, ഇത് പിച്ചക്കാരനല്ല. താൻ ചെറുക്കനായിട്ട് വരാന്ന് പറഞ്ഞിട്ട്
ആ മുതലല്ലേ ഈ നിൽക്കുന്നത്. അയ്യോ എന്നാ കേറുവാ. വാ. എടിയേ ആ ആ അവരെത്തി. പൗഡർ തുടച്ചതാ കുഴപ്പമായത്. അല്ലെങ്കിൽ നീ മമ്മൂട്ടിയല്ലേ. ഇതാ വലത് കാലി. അയ്യോ. ഞാൻ എഴുതാ. കേറ്. ഇവിടെ 18 പടി കെട്ടാമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ പെൺകുട്ടി എനിക്ക് ഇഷ്ടായി. ഇത് പെണ്ണിന്റെ അമ്മയാണ്. സോറി, ചർമ്മം കണ്ട പ്രായം തോന്നില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണേ. മോന്റെ പേരെന്താ? കുഞ്ഞൻ. കുഞ്ഞെന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്നേ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. ആ പേരപ്പേട്ട് ഇപ്പൊ ഇട്ടു ചവിട്ട് കൂട്ടി ഞാൻ. ഞാൻ മോളെ വിളിക്കാം. സുഹാസിനി. സുഹാസിനി സിനിമാ നടിയുടെ പേരാ. സുഹാസിനി വിമൽ കുമാർ. ഡീസന്റ് വിടല്ലേ. അങ്ങോട്ട് പാട്ടോ. നാണിക്കണ്ട, മണവാളുടെ മുഖത്തേക്ക് നോക്കിക്കോ. പിന്നെ കണ്ടില്ല എന്ന് പറയരുത്. ആ ഇല്ലേ. നല്ല കുട്ടി. ഒറ്റ മോളേ ഉള്ളൂ. മതിലോ. ഞാൻ പൊരനിറങ്ങി നിൽക്കാണെന്ന് കരുതി എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങൾ അറിയോ? തന്തയും തള്ളയും കൂടെ ആ കൂനന് വിവാഹം കഴിക്കുന്നതിലും ഭേദം ജീവിതകാലം മുഴുവൻ ഒരു വിധവയെ പോലെ ഞാനിവിടെ കഴിയുന്നതാ. അവന്മാരോട് ഇറങ്ങി പോകാൻ പറ. ഞാനിവിടെ നിന്നോളാം. ഞാൻ ജീവിതം വെറുത്തുപോയി. കല്യാണം വേണ്ട. ശാശി, അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മഞ്ജു വാര്യറാണെന്ന വിചാരം. വെറുതെ അല്ല വളർച്ച മുരടിച്ചു പോയത്. ആരുടെ മഞ്ജു വാര്യരെയോ? ആ ഇഴജന്തുന്റെ. ഞങ്ങൾ ഇറങ്ങാ. മോള് വളർന്ന് വലുതായിട്ട് വരാം. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എന്തായാലും വന്നല്ലേ, ചായ കുടിച്ചിട്ട് പോവാം. 75 വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ നടന്ന് ചായ കുടിച്ചത് പോരെ? ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ചായ കുടി. എന്നെ കൊണ്ടുവരുന്ന 100 വീട്ടിൽ നിന്ന് ചായ കുടിച്ചേക്കാന്ന് ചേട്ടനോട് നേർച്ചുണ്ടോ? എഴുന്നേറ്റ് പാടേ. എന്തായാലും ഇവിടെ വരെ വന്നാലേ കാറ് കാശെങ്കിലും മുതലാവട്ടെ. പണ്ട് കപ്പലിന്റെ കച്ചവടം ചെയ്തത് നന്നായി. കുമ്പിള് കുത്താൻ പറ്റി. പട്ടി ബിസ്ക്കറ്റോ? വെറുതെ അല്ല പെണ്ണ് കിടന്ന് കുരക്കണത്. ഇതല്ലേ തീറ്റ. എന്റെ ഇവിടെ അപ്പം രണ്ടല്ലേ? അയ്യോ ആര് പറഞ്ഞത് പട്ടി എനിക്ക് രണ്ടപ്പനാണെന്ന്? അതല്ല, നിങ്ങൾ കഴിച്ച 2 അപ്പല്ലേ ചോദിച്ചത്. അങ്ങനെ വാദം പറയണ. അവര് 2 അപ്പനുള്ള നാട്ടിൽ പാട്ടാണ്. പിന്നെ നിങ്ങൾ അതൊക്കെ വിളിച്ചു പറയുന്നത് എന്തിനാ? നിനക്ക് അവന് പുട്ട് കൊടുത്താൽ പോരായിരുന്ന? അതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്. മേലിൽ അവൻ അപ്പം കൊടുത്തു പോരുത്. അഥവാ അവൻ അപ്പം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരപ്പം കൊടുത്താൽ മതി. എന്താണുമ്മ ബോംബെന്ന് ജമാനെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാ? ഓനായിരിക്കും ഈ വിളിച്ചോണ്ടിരിക്കണത്. ഉച്ചോടെ എട്ടാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞൻ എന്താ പെണ്ണിന്റെ പുരയിൽ പൊറത്തി തുടങ്ങിയ? വരുന്ന വഴിക്ക് കുഞ്ഞിന് വേറെ പെണ്ണ് കാണാനുണ്ടാവുമ്മ. അല്ലാതെ നിന്ന് അല്ലാതെ വന്ന് മണിക്കൂർ നാളെ നമ്മളിവിടെ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. ആ എന്താ തോമ, ഈ പെണ്ണിനെങ്കിലും ഇവന് പിടിച്ചാ? ഇവനെന്റെ വെട്ടുപോട്ട് പോണ പോലെ പോണത്. ഞാൻ വേറെ പെണ്ണ് നോക്കാൻ പറഞ്ഞ എന്റെ പരിഭവാ. ആ ഉമ്മ, ഞാൻ പറയാൻ മറന്നു. ഇന്നലെ രാത്രി ജമാൽ വിളിച്ചിരുന്നു. അവന് ഞാൻ അടുത്ത ആഴ്ച വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്താ ഹിമാറേ, ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്ന? അല്ല, നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്താ വിശേഷം? ആ അതൊക്കെ പറയാം. എന്റെ ഉമ്മോ, പെണ്ണിനെ ഒരു വകയ്ക്ക് കൊള്ളൂല. പൊടിക്കുപ്പയുടെ അത്ര ഉള്ള ഒരു വിഷക്കുരു. എന്നാലും അവളുടെ അഹങ്കാരോ മത്തങ്ങയുടെ അത്ര വലിപ്പമുണ്ട്. ഈ വക പാഷാണത്തി കൃമികളെ എന്റെ ഭാര്യയായിട്ട് കൊണ്ടുനടക്കുന്ന എങ്ങനെയാ? അയ്യയ്യേ, എനിക്കിഷ്ടായില്ല. വയ്യാറ്റം നിനക്കൊരു താങ്ങും താണലും ആയിക്കോട്ടെ എന്ന് കരുതിയ ഒരു നിക്കാഹ് കഴിക്കാൻ പറഞ്ഞു. നിന്നേക്കാൾ വയ്യാത്ത പെണ്ണായാലും എങ്ങനെയാ ശരിയാവുക? അതെ, ആ പെണ്ണെ കല്യാണം കഴിച്ചാലേ
ഞാൻ അതിനും ചുമന്നിട്ട് നടക്കേണ്ടി വരും. അല്ലാതെ തന്നെ നടക്കാനുള്ള ആവത് എനിക്കില്ല. ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കി വേണ്ടാന്ന് പറയൂന്ന് വിചാരിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാ എന്റെ ഭാഗ്യത്തിന് പെണ്ണ് തന്നെ അപ്പുറത്തുനിന്ന് പറയുന്ന ഞാൻ കേട്ടു, ആ കൂനൻ എനിക്ക് വേണ്ടാന്ന്. എന്നെക്കാളും വൈകല്യമുള്ള പെണ്ണ് പോലും എന്നെ വേണ്ടാന്ന് പറയണം ഉമ്മ. ഉമ്മക്കറിയോ, ഇതുവരെ വന്ന എല്ലാ ആലോചനകളും എനിക്കിഷ്ടായിരുന്നു. തോമേട്ടനറിയാം, അവർക്കെന്നെ വേണ്ടാന്ന് പറയുമ്പോഴാ പെണ്ണിന് നിറം പോരാ, മുടി പോരാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ. മോൻ വിഷമിക്കാണ്ടിരി. എന്റെ മോനെ ഇഷ്ടപ്പെടുന്ന നല്ല മുഞ്ചുള്ളൊരു പെണ്ണ് ഈ ദുനിയാവിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഹലോ 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 ഹലോ, നിന്റെ ശബ്ദം കേട്ടാൽ മാത്രമല്ലേ അവിടെ നിന്ന് മറുപടി ഉണ്ടാവൂ. നിൽക്ക്, ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പലപ്പോഴും ഞാൻ വാൺ ചെയ്തതാ. ഇനിയും അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ യാതൊരു തെളിവുമില്ലാതെ അവനെ തല്ലിക്കുന്ന് റെയിൽവേ ട്രാക്കിലിടും. പറഞ്ഞില്ലെന്ന് വേണ്ട. അച്ഛനെ ധിക്കരിച്ചോണ്ട് മോളുടെ ആഗ്രഹം സാധിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? അവനെ എന്റെ മോള് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്, അതാ നല്ലത്. സാറിന് സിയെ വിളിക്കുന്നു. എന്നെ ചീത്ത പറയാൻ ഇന്ന് എന്താണാവോ കണ്ടുവച്ചിരിക്കുന്നത്. എടോ, സർക്കാർ തനിക്കൊക്കെ ശമ്പളം തരുന്നത് ചുമ്മാ ഈ കുപ്പായിട്ടുണ്ട് തെക്ക് വടക്ക് നടക്കാനല്ല, ജോലി ചെയ്യാനാ. സാർ, എടോ, വടക്കേക്കർ ഒരു വീട്ടിൽ ഇന്നലെ രാത്രി കള്ളം കയറി 18 പവന്റെ ആഭരണങ്ങളാ മോഷണം പോയത്. ഒരാഴ്ച താനൊക്കെ അവിടെ റോന്തി കുത്തി എന്തിനാടോ? സാർ, ഇന്നലെ ഞാൻ ലീവിലായിരുന്നു. ഓ, താൻ ഡ്യൂട്ടിയിലായിരുന്നെങ്കിലോ ഇപ്പൊ കള്ളനെ കയ്യോടെ പിടിച്ചങ്ങ് ഉണ്ടാക്കിയാനെ. റോമ്പ് ചുറ്റുക എന്ന് പറഞ്ഞ ദിവസവും താനൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ടാവും. അല്ലാതെ ഒരു ദിവസം പോലീസിന്റെ തൊപ്പി കാണാണ്ടായാൽ കള്ളനങ്ങ് പടച്ച് കയറൊന്നുമില്ല. സാർ, ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടമാണ്. വേറെന്തെങ്കിലും വിരോധം വെച്ചുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത് സാർ. എങ്കിൽ തന്റെ മകനെ താൻ ആദ്യം വിലക്കീർത്താൻ പഠിക്ക്. അവൻ എന്റെ കുടുംബത്തിന്റെ മനസമാധാനം കെടുത്താൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. അവന്റെ ഒരു പ്രേമം ഇടിച്ച് നട്ടല് നടത്തിയിടാൻ എനിക്ക് അറിയാൻ പറ്റില്ലായിട്ടൊന്നുമല്ല. പിന്നെ താനും ഈ കാക്കിയിട്ടിരിക്കുന്നതിന്റെ ഒരു കാരുണ്യം, അത്രേ ഉള്ളൂ. സാർ, ഞാൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അവന്റെ ഭാഗത്ത് നിന്ന് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. എന്താ മോളെ?
എന്റെ പെണ്ണിന്റെ കൈ കയറി വിടാനാ പറഞ്ഞത്. കൊന്നുകളി ഞാനവന്. എന്താണോ ഇത്? ഒരു മത്സരം നടക്കുമ്പോഴേക്കും തനിക്ക് തല്ലും വഴക്കൂന്ന് ഒഴിവാക്കിക്കൂടെ? താൻ നല്ലൊരു പ്ലെയർ ആയതുകൊണ്ടാ തന്റെ ഈ തോന്നിവാസങ്ങളൊക്കെ സഹിച്ച് മാനേജ്മെന്റ് തന്നെ ഈ കോളേജ് വെച്ച് വെറുപ്പിക്കുന്നത്. എന്നിട്ടിപ്പോ നമ്മുടെ കോളേജിൽ കിട്ടേണ്ട കപ്പ് താനായിട്ട് തന്നെ ഇല്ലാതാക്കിയില്ലേ? കപ്പ് ഈ പ്രസാദിന്റെ ടീം കളിച്ചിട്ട് തന്നെയാ കഴിഞ്ഞ 2 വർഷം കോളേജിന് കപ്പ് കിട്ടിയത്. ഈ വർഷം അത് മേടിക്കാൻ തീരുമാനിച്ചാ ഞങ്ങൾ ഇവിടെ കളിക്കാമെന്ന്. പക്ഷെ കപ്പിനേക്കാൾ വലുതാ എനിക്ക് എന്റെ പെണ്ണ്. ഇവിടെ ആരെങ്കിലും ശല്യം ചെയ്യാൻ വന്നിട്ടുണ്ടല്ലോ എന്താ ഇത്? സ്കോളർഷിപ്പ്, യൂണിവേഴ്സിറ്റി പ്ലെയർ, ഏത് ക്ലബ്ബുകാർ വന്ന് വിളിച്ചാലും കളിക്കാൻ പോകും. വട്ടച്ചെലവിനുള്ള പൈസ ആ വഴിക്കുണ്ടാക്കും. അങ്ങനെ നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാറില്ല, സമ്മതിച്ചു, നല്ല കാര്യം. പക്ഷെ നീ എന്തിനാ ഈ അടിപിടി ഉണ്ടാക്കാൻ പോകുന്നേ? പോലീസുകാരൻ പത്മനാഭന്റെ മോൻ തെരുവ് കൊണ്ടയാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. നിനക്കെന്താ എത്ര വാശി? എടാ, ആ പെണ്ണോട് വല്ല അടുപ്പവും തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്നേക്കണമെന്ന് എത്രയോ പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു. ആരെങ്കിലും പറയുമ്പോ മറന്നാളാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവളെ സ്നേഹിച്ചു. എടാ, നിന്റെ ഈ തോന്നിവാസം കാരണം ആ മാധവൻ സാറിനെ സ്റ്റേഷനിലിട്ട് വട്ടം കിടക്കുക. പോട്ടെ, എന്റെ കാര്യം പൊക്കോട്ടെ. അയാൾ നിന്നെ വല്ലതും ചെയ്യുമെന്ന് എന്റെ പേടി. അച്ഛൻ ഇങ്ങനെ പേടിക്കാൻ പോയാലെങ്ങനെ? എന്നെ അയാൾ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. ആ, അച്ഛൻ പറഞ്ഞത് കാര്യല്ലേ? നീ എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? അച്ഛന്റെ മേലുദ്യോഗസ്ഥന്റെ മോളെ അല്ലാതെ ഈ ലോകത്ത് വേറൊരു പെണ്ണിനെ നിനക്ക് കിട്ടില്ലേ? നീ എന്തൊക്കെ വാശി കാണിച്ചാലും ശരി, അവരാ പെൺകുട്ടിയെ നിനക്ക് തരാൻ പോണില്ല. തരണ്ട. മകന് പെണ്ണ് വെച്ച് നിങ്ങൾ ആരങ്ങോട്ട് പോവാൻ വേണ്ട. എനിക്കിഷ്ടമുള്ള സ്വന്തമാക്കാൻ ആരുടെ അനുവാദമൊന്നും വേണ്ട. ആരുടെ